ഹായ്, നമ്മളിന്ന് കൊല്ലത്ത് നിന്ന് സേലം വരെയുള്ള ഒരു യാത്രയിലാണ്. രാവിലെ 6:30-ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശബരി എക്സ്പ്രസ്സിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കൊല്ലത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ വർക്കലയാണ്. നമുക്ക് അടുത്തുള്ള സ്റ്റേഷൻ വർക്കല ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് കയറിയത്. കറക്റ്റ് 7:25 തന്നെ ട്രെയിൻ വന്നു. നമ്മുടെ റിസർവേഷൻ കൊല്ലത്തു നിന്നായിരുന്നു, അതുകൊണ്ട് കൊല്ലം വരെയുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ടി വന്നു. ട്രെയിൻ എടുത്തപ്പോൾ തന്നെ ദില്ലൂസ് ഉറക്കം തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരെ ഉണർന്നു. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. സംഭവം ലൈറ്റാണ്. നമ്മൾ യാത്രയിൽ ലൈറ്റായിട്ടാണ് ഫുഡ് കഴിക്കാറ്. ഫുഡിന്റെ കാര്യത്തിൽ ദില്ലൂസ് ഓക്കെ ആയാലും നമ്മളും ഓക്കെയാണ്. സ്റ്റോപ്പ് ഇല്ലാത്ത ചില സ്റ്റേഷനുകളിൽ മറ്റ് ട്രെയിനുകൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ഇടയ്ക്ക് നിർത്തിയിട്ടിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ബിരിയാണി സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത്. ഈ യെല്ലോ കളറിൽ കാണുന്ന റൈസ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വൈറ്റ് കളറുള്ള റൈസാണ് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഗുഡ് ബൗൾ എന്ന ഹോട്ടലിലെ ബിരിയാണിയാണ് നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തത്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്ക് ഗുഡ് ബൗളിലെ ബിരിയാണി ഓക്കെ ആയിരുന്നു, പക്ഷേ 320 രൂപയ്ക്ക് ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് നമ്മൾ റെയിൽവേയുടെ ബിരിയാണി കൂടെ മേടിച്ചത്. പക്ഷേ സത്യം പറയാമല്ലോ, ഈ റെയിൽവേയുടെ 100 രൂപ ബിരിയാണി ടേസ്റ്റ് വൈസും ക്വാണ്ടിറ്റി വൈസും നമുക്ക് ഓക്കെ ആയിരുന്നു. 4 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് പഴംപൊരിയും കോഫിയാണ് മേടിച്ചത്. ഏതാണ്ട് 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ പച്ചപ്പൊക്കെ കണ്ട് നമ്മൾ യാത്ര ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. ഈ കാണുന്ന നമ്മുടെ പെരിയാറാണ് കേട്ടോ. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ സേലം സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദില്ലൂസ് കുറച്ചുകൂടെ ആക്റ്റീവായി. ഞങ്ങൾക്ക് മുന്നിലുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ലഗേജുകൾ സേലത്തെ വീട്ടിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓട്ടോയാണ് ചൂസ് ചെയ്തത്. തുടർന്നുള്ള ഒരു 20 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റൂമിലെത്തി. ഇനി സേലത്തുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.